അല്ല ഞാൻ പറയാം. പിന്നെ 500ന്റെ 7 കെട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവറി പൊതിഞ്ഞ നിലയിലായിരുന്നു. സ്ട്രീമിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തുള്ള ഏതെങ്കിലും വീടുകളിൽ നിന്ന് ഒഴുകി വന്നതാകാം. എടുത്തോട്ടാ നമ്മളെ ഇത് കൊണ്ടുവന്നാണ്. ഇന്ന് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ 100ഓളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾ പിന്നെ വീണ്ടെടുക്കുക, വീടുകൾ ക്ലീൻ ചെയ്യുക, ആ രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷന് പറ്റിയ വീടുകൾ അതിന് പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രീമിൻ്റെ സൈഡുകൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം വെള്ളാർമല സ്കൂളിൻ്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500ന്റെ ഒരു 7 കെട്ടും 100ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി സെർച്ച് ചെയ്യുന്നത്, ഇതേപോലെ വാല്യുബിൾസ്. അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പോലീസ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാര്യം ഇത് വെള്ളത്തിന് പിന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ പാറയുടെ ഇടയിലും കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്കവിടെ തടഞ്ഞു നിന്ന് ഒഴുകിപ്പോവാതെ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൽ നിന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ആ നോട്ടുകൾ കണ്ടു, നമ്മൾ ഡിസാസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഡിസാസ്റ്റർ പ്രോൺ ഏരിയയെ നമ്മൾ എപ്പോഴും മെസ്സേജ് കൊടുക്കുന്നതാണ്, നിങ്ങളുടെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഒരു പോളിത്തീൻ കവറിലാക്കിയിട്ട് മഴ നനയാതെയും സേഫായിട്ട് സൂക്ഷിക്കണം. എല്ലാ വാല്യുബിളും ഒരൊറ്റ പെട്ടിയിലാക്കിയിട്ട് മാക്സിമം അത് വെള്ളം നനയാതെ രീതിയിലാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇത് അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ചെയ്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയത്. ഇതൊരു മെസ്സേജാണ് എല്ലാവർക്കും, ഈ എങ്ങനെയാണ് നമ്മുടെ വാല്യുബിൾ ഡോക്യുമെൻ്റ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് ഈ 4 ലക്ഷം രൂപയോളമുള്ള രൂപയുടെ കണ്ടെടുക്കൽ. എൻ്റെ പേര് ടി രജീഷ്, റീജിയണൽ ഫയർ ഓഫീസർ, കോഴിക്കോട്. താങ്ക് ഒരു വണ്ടി എടുക്കുക, ജീപ്പ് എടുക്കുക, ഇത് നടക്കണ്ട. പറയണ്ട